10 പേർക്ക് ഗുണമുണ്ടാവുന്ന കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം. കാര്യം വെച്ചാൽ നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ചുറ്റും നടന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഈ വരുന്ന വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് പറയുന്നത്. കാരണം നിങ്ങൾക്കും മേ ബി എലിജിബിലിറ്റി ഉണ്ടാകുമായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതിന് ഗുണഭോക്താക്കളായിട്ട് കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം ജനുവരി 1 മുതൽ തുടങ്ങിയിട്ട് ജനുവരി 30 വരെയാണ് ഇതിന്റെ ഡേറ്റ്സ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ കാലത്ത് പണ്ടെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിന് ഒരുപാട് വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കിണറും കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു വേനൽക്കാലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടാൻ കുറെ അവൈലബിലിറ്റിയുടെ ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. കാരണം വെച്ചാൽ ഇന്ന് നമുക്ക് വാട്ടറിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിനെയാണ്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ജനുവരി, അത് 2026 ജനുവരി മുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാറ്റഗറിയിലാണ് പറയുന്നത്. അതായത് ഒരു കാറ്റഗറിയാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ് പാവപ്പെട്ടവരായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവര് BPL കാർഡിന് ഉടമസ്ഥരാണോ എന്നുള്ള കാര്യമാണ്. അപ്പൊ BPL കാർഡിന് ഉടമസ്ഥരായിട്ടുള്ളവർക്ക് തന്നെ നമ്മൾ നേരത്തെ കേരള വാട്ടർ അതോറിറ്റി കൊടുത്തിരുന്ന 15,000 ലിറ്റർ വാട്ടർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇൻ കേസ് ഈ ഒരു കാര്യം ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്, ഇൻ കേസ് BPL ഉള്ളവരാണ്, ഈ കഴിഞ്ഞ വർഷം ഫ്രീ ആയിട്ട് ഉപയോഗിച്ചവരാണെങ്കിൽ ദെൻ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് എല്ലാ വർഷവും ഈ കാര്യം അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഒന്നുകൂടെ ഓൺലൈനിൽ കയറി തന്നെ ഇത് ചെയ്യാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് കൺസ്യൂമർ നമ്പറും കാര്യങ്ങളും അടിച്ചാൽ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഓൾറെഡി ഈ ഒരു എലിജിബിലിറ്റി ഉള്ള ആളുകൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജനുവരി 1നും 30ക്കും ഇടയ്ക്ക് തന്നെ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അപ്ഡേഷൻസ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ BPL കാർഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കൊടുത്തിരിക്കുന്ന എലിജിബിലിറ്റി ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത് പറയുന്നത് നോർമലി നമ്മുടെ വീട് നമ്മുടെ പേരിലോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കൺസെഷൻ കിട്ടാറുള്ളൂ. കാരണം ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് പേര് വാടക വീടുകളിൽ താമസിക്കുന്നുണ്ട്. കാരണം കാശില്ലാത്തവരായിരിക്കും കൂടുതലും വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ ഈ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് മേ ബി 2,000, 3,000 അല്ലെങ്കിൽ 1,000 ഈ ഒരു വാട്ടറിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഈ വർഷം കൊണ്ടുവന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്കാണല്ലോ 2026 ജനുവരി മുതൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ 15,000 ലിറ്റർ വാട്ടർ കിട്ടാനുള്ള ഓപ്ഷൻ ഓൾറെഡി ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ കേരള വാട്ടർ അതോറിറ്റി ചെയ്തു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം. നിങ്ങളുടെ 2-3 കാര്യങ്ങൾ വേണ്ട, വാടക ചീട്ട് വേണ്ട വരും. അതേപോലെ തന്നെ നിങ്ങൾ അഗ്രിമെന്റ് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണ്ട വരും. ദെൻ നമുക്ക് ജനുവരി 1നും ജനുവരി 30 അല്ലെങ്കിൽ 31